എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ സപ്തമ സർഗം, 7ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. 7ാമത്തെ സർഗത്തിൽ രാജ്യകാര്യങ്ങളിലേക്കൊക്കെ പതുക്കെ ഇറങ്ങി പോണതായിട്ടാണ് കാണാൻ പറ്റുക. കഴിഞ്ഞ ദിവസം അയോധ്യയുടെ ശ്രേഷ്ഠതയെ പറ്റിയിട്ട്, അയോധ്യയെ ആർക്കും തകർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി പതുക്കെ പതുക്കെ രാജ്യകാര്യങ്ങളിലേക്കൊക്കെ വരികയാണ് ചെയ്യണത്. അനുഷ്ഠുപ്പ് വൃത്തം തന്നെയാണ്. അവസാനത്തെ ഒരു സർഗം തീരുമ്പോൾ ഉള്ള അവസാനത്തെ ശ്ലോകത്തിൽ മാത്രമേ വൃത്തം മാറണതായിട്ട് കാണുള്ളൂ. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. തസ്യാമാത്യാ ഗുണൈരാസന്നിക്ഷ്വാകോ സുമഹാത്മന മന്ത്രജ്ഞാശ്ചേങ്കിതജ്ഞാശ്ച നിത്യം പ്രിയഹിതേരതാ. അയോധ്യാവാസിയായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിമാരെ പറ്റിയിട്ട്, മന്ത്രിമാരുടെ ഗുണഗണങ്ങൾ, അവിടുത്തെ പുരോഹിതന്മാരുടെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് വർണ്ണിക്കാൻ പുറപ്പെടുന്നത്. അതാണ് ആദ്യം മന്ത്രിമാരെ പറ്റി പറയാണ്. തസ്യ അമാത്യാഹ ഗുണൈരാസന്നിക്ഷ്വാകോ സുമഹാത്മന. തസ്യ സുമഹാത്മന ഇക്ഷ്വാകോ. ആ ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന ഗുണൈഹി സുമഹാത്മന ഇക്ഷ്വാകോഹോ. അതാണ് ഗുണൈഹി സുമഹാത്മന. ധാരാളം ഗുണഗണങ്ങളുള്ളവനായിട്ടുള്ള, ഗുണഗണങ്ങളാൽ പ്രസിദ്ധനായിട്ടുള്ള, മഹാത്മാവായിട്ടുള്ള ആ ദശരഥ മഹാരാജാവിന് ധാരാളം മന്ത്രിമാരുണ്ടായിരുന്നു. അമാത്യാഹ ആസൻ. എങ്ങനെയുള്ള മന്ത്രിമാരായിരുന്നു? മന്ത്രജ്ഞാഹ ഇംഗിതജ്ഞാഹ നിത്യം പ്രിയഹിതേ രതാഹ അമാത്യാഹ ആസൻ. മന്ത്രജ്ഞന്മാർ. മന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ഷാഡ്ഗുണ്യങ്ങളിൽ പെടും. ഒരു രാജ്യത്തിൽ ആ രാജ്യത്തിൻ്റെ ഭംഗിയായിട്ടുള്ള നിലനിൽപ്പിന് പല പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. യാനം, വിഗ്രഹം, സന്ധി, അതിൽ പെടുന്നതാണ് മന്ത്രം. മന്ത്രം എന്ന് വെച്ചാൽ കൂടിയാലോചനകളാണ്. എല്ലാവരും അതൊന്നും അറിഞ്ഞോളണം എന്നില്ല. മന്ത്രിമാരും രാജാവും മാത്രം അറിയേണ്ടത്, മന്ത്രിമാർ അതിൽ തന്നെ പ്രധാനികളായിട്ടുള്ള മന്ത്രിമാർ മാത്രം അറിയേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ലവണ്ണം അറിവുള്ളവരായ കുറച്ച് മന്ത്രിമാരുണ്ടായിരുന്നു. അതാണ് മന്ത്രജ്ഞാഹ. മറ്റത് ഇംഗിതജ്ഞാഹ. ഇംഗിതജ്ഞന്മാരെന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഹിതം, രാജാവിൻ്റെ ഇംഗിതം, രാജാവ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവർ. അതാണ് ഇംഗിതജ്ഞാശ്ച നിത്യം പ്രിയഹിതേ രതാഹ അമാത്യാഹ. എല്ലാ കാലത്തും പ്രിയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, പ്രിയഹിതേ രതാഹ, രാജാവിൻ്റെ നന്മയ്ക്കും രാജ്യത്തിൻ്റെ നന്മയ്ക്കുമൊക്കെ തൽപരരായി നിൽക്കുന്നവരായ കുറേ മന്ത്രിമാർ അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകം കൊണ്ട് പറയണത്. പ്രിയഹിതേ രതാഹ എന്നുള്ളത് ആജ്ഞാനുവർത്തികളായിട്ട്, ഹിതാനുവർത്തികളായിട്ടുള്ള മന്ത്രിമാരായിരുന്നു. അവർ നല്ലത് വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കും. അരുതാത്തതാണ് രാജാവിൻ്റെ ഒരു മോഹം അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിനുള്ള പുറപ്പാട്, അരുതായ്മയാണ്, ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുകയും ചെയ്യും. അത്രയ്ക്ക് നല്ല മന്ത്രിമാരായിരുന്നു ആ രാജ്യത്തിലുണ്ടായിരുന്നത്. അവരെ പറ്റി പറയാണ്. അഷ്ടൗ ബഭൂവുർവീരസ്യ തസ്യാമാത്യാ യശസ്വിന ശുചയശ്ചാനുരക്താശ്ച രാജകൃത്യേഷു നിത്യശ ദൃഷ്ടിർജയന്തോ വിജയസുരാഷ്ട്രോ രാഷ്ട്രവർദ്ധന അഗോപോ ധർമ്മപാലശ്ച സുമന്ത്രശ്ചാഷ്ടമോർത്ഥവിത്. അങ്ങനെ 2-3 ശ്ലോകങ്ങളെ കൊണ്ട് മന്ത്രിമാരെ ഒന്നുകൂടി വർണ്ണിച്ചിട്ട് അവരാരൊക്കെയായിരുന്നു എന്നുകൂടി പറയുകയാണ് ചെയ്യണത്. അതാണ് അഷ്ടൗ ബഭൂവു. എത്ര മന്ത്രിമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്? തസ്യ വീരസ്യ, യശസ്വിന വീരസ്യ, ആ യശസ്വിയായിട്ടുള്ള വളരെ കീർത്തി കേട്ട ദശരഥന് അഷ്ടൗ അമാത്യാഹ ബഭൂവു. 8 അമാത്യന്മാർ, 8 മന്ത്രിമാരുണ്ടായിരുന്നു. ആദ്യം കുറേ മന്ത്രിമാരെന്ന് പറഞ്ഞു. ഇവിടെ 2ാമത്തെ ശ്ലോകത്തിൽ കൃത്യം എണ്ണം കൂടി പറയുകയാണ്. അവരെങ്ങനെയായിരുന്നു? ശുചയ അനുരക്താഹ രാജകൃത്യേഷു നിത്യശ. രാജകൃത്യേഷു, രാജാവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കാര്യത്തിൽ, ഏത് കാര്യത്തിലായാലും അവർ ദത്തശ്രദ്ധരായിരുന്നു. അതാണ് രാജകൃത്യേഷു നിത്യശ. എല്ലാ ദിവസവും എല്ലാ കാലത്തും അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. അവർ ശുചികളും അനുരക്തന്മാരുമായിരുന്നു. ശുചികൾ എന്നുള്ളത് കൊണ്ട് അവർ ഒരു കളങ്കവും
ഏൽപ്പിച്ചിരുന്നില്ല. രാജാവിൻ്റെ പേരിനൊരു ദോഷവും ആ മന്ത്രിമാരുണ്ടാക്കിയില്ല. ആൾക്കാരെ സ്വാധീനിക്കാൻ നോക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ പെടുക, പണം കൊണ്ടോ സ്വർണം കൊണ്ടോ സ്ത്രീകളെ കൊണ്ടോ ഒക്കെ സ്വാധീനിക്കപ്പെടുക, അല്ലെങ്കിൽ ധനം, അർത്ഥം, ഭൂമി തുടങ്ങിയതിലൊക്കെ ആർത്തി വെച്ച് പുലർത്തുന്നവർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് അവരെ ശുചികൾ. അവരുടെ വ്യവഹാരങ്ങൾ, സംസാരമായിക്കോട്ടെ, പ്രവൃത്തികളായിക്കോട്ടെ, മനസ്സിലെ ചിന്തകളായിക്കോട്ടെ വളരെ ശുദ്ധമായിരുന്നു. അതുകൊണ്ടാണ് അവരെ ശുചികൾ എന്ന് പറയണത്. എല്ലാ ഭാഗങ്ങളിലും ശുദ്ധി പാലിച്ചിരുന്നവരായിരുന്നു. പറയുമ്പോൾ ഒക്കെ വളരെ ശുദ്ധി, പ്രവൃത്തി മുഴുവനും മഹാ അപകടം, മറ്റുള്ളവരിൽ നിന്ന് കൈക്കൂലി വാങ്ങുക തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികൾ, അവരെയൊന്നും ശുചികളെന്ന് വിളിക്കാൻ പറ്റില്ല. കാലം മാറുന്നതനുസരിച്ച് അങ്ങനെയുള്ള ആൾക്കാർ വരുന്നുണ്ടാവും. പക്ഷേ അയോധ്യയിൽ ദശരഥൻ്റെ മന്ത്രിമാരൊരിക്കലും അങ്ങനത്തെ മന്ത്രിമാരായിരുന്നില്ല. എല്ലാവരും ശുചിവൃത്തികളായിരുന്നു, ശുചികളായിരുന്നു. മാത്രമല്ല അനുരക്തന്മാരെന്നുള്ളത് കൊണ്ട് രാജ്യകാര്യങ്ങളിൽ അവർക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പരസ്പരം അവർ നല്ല ഒത്തൊരുമയുള്ളവരായിരുന്നു. അങ്ങനെ ഒത്തൊരുമിച്ച് നിന്നാലേ രാജ്യം മുമ്പാക്കം പോവുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരായിരുന്നു. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് രാജാവ് മാത്രം നന്നായാൽ പോരല്ലോ, മന്ത്രിമാരും അതുപോലെ ഉപദേഷ്ടാക്കളും പുരോഹിതന്മാരും അതുപോലെ സൈനികന്മാരും പ്രജകളും ഒക്കെ നന്നാവണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒത്തൊരുമയുള്ളവരായിരുന്നു, അനുരക്തന്മാരായിരുന്നു. രാജകൃത്യങ്ങളിൽ, രാജാവിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, രാജാവിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, രാജ്യകാര്യങ്ങൾ, അതിലെപ്പോഴും അനുരക്തന്മാരും സത്യസന്ധന്മാരും ശുചികളുമായിരുന്നു ആ മന്ത്രിമാർ. അവരുടെ പേരാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ധൃഷ്ടി, ജയന്തൻ, വിജയൻ, സുരാഷ്ട്രൻ, രാഷ്ട്രവർദ്ധനൻ, അഗോപൻ, ധർമ്മപാലൻ, എട്ടാമനായിട്ട് സുമന്ത്രനും. എട്ടാമത്തെ സുമന്ത്രരെ പറ്റി മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. മറ്റ് മന്ത്രിമാരെ പറ്റിയിട്ടൊന്നും വിസ്തരിച്ച് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. മന്ത്രിമാർ എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടെങ്കിലും സുമന്ത്രരുടെ പേരാണ് എപ്പോഴും കേൾക്കാറുള്ളത്. സുമന്ത്രരോടൊപ്പം ഇത്രയും പേരുണ്ടായിരുന്നു അത്രേ. അവരുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞത്. അവർ പേര് ധൃഷ്ടി, ജയന്തൻ, വിജയൻ, സുരാഷ്ട്രൻ, രാഷ്ട്രവർദ്ധനൻ, ഈ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ രാജ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുന്നവരാണ്, അവർക്ക് വിജയമാണ് എപ്പോഴും ഉള്ളത് തുടങ്ങിയിട്ടുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അകോപൻ, ദേഷ്യം വരെയില്ല, വളരെ ക്ഷമയുള്ള ആളാണ് എന്നാണ് പേര് കൊണ്ട് നമുക്ക് തോന്നുക. ധർമ്മത്തെ പരിപാലിക്കുന്നവനാണ്. ഇനി എട്ടാമനായിട്ടുള്ള അർത്ഥവിത്ത്, അർത്ഥത്തെ അറിയുന്നവൻ. അർത്ഥം എന്നുള്ളതിന് വളരെ വിശാലമായിട്ടുള്ള ഒരർത്ഥമാണുള്ളത്. ധനം, പണം എന്നുള്ള അർത്ഥം മാത്രമൊന്നുമില്ല, അതൊന്നുമല്ല പറയേണ്ടത്. രാജ്യതന്ത്രങ്ങൾ, ഭൂമിശാസ്ത്രം, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് ആവശ്യമാണോ അതിനെയൊക്കെ അർത്ഥം എന്ന് പറയാം. നമ്മൾ പറയാറുണ്ടല്ലോ, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ എന്നുള്ളതിൽ അർത്ഥം എന്ന് പറയണ പുരുഷാർത്ഥം. ആ പുരുഷാർത്ഥം കൊണ്ട് ഒരു രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി എല്ലാം അറിയുന്ന ആളായിരുന്നു ഈ അവസാനത്തെ ആളായ എട്ടാമത്തെ ആളായിട്ടുള്ള സുമന്ത്രർ. അതുകൊണ്ടായിരിക്കണം ദശരഥന് അദ്ദേഹത്തിനോട് ഏറ്റവും പ്രിയമുണ്ടായിരുന്നത്. എല്ലാ കാര്യത്തിനും സുമന്ത്രരെയാണ് ആദ്യം വിളിച്ചിരുന്നത്. അതാണ് ഒരു വിശേഷണത്തോട് കൂടിയിട്ട് അർത്ഥവിത്ത് സുമന്ത്ര അഷ്ടമ. എട്ടാമനായിട്ട് അർത്ഥങ്ങളെ പറ്റിയൊക്കെ നല്ല അറിവുള്ള സുമന്ത്രരും അവിടെ ഉണ്ടായിരുന്നു. ഇനി അവിടുത്തെ ഋത്വിക്കുകളെ പറ്റിയിട്ട്, പുരോഹിതന്മാരെ പറ്റിയിട്ട് പറയണതാണ് നാലാമത്തെ ശ്ലോകം. ഋത്വിജൗ ദ്വാവഭിമതൗ തസ്യാസ്താമൃഷിസത്തമൗ വസിഷ്ഠോ വാമദേവശ്ച മന്ത്രിണശ്ച തഥാ പരേ. അഞ്ചാമത്തെ ശ്ലോകം കൂടി പറയാം. സുയജ്ഞോപ്യഥ ജാബാലി കാശ്യപോപ്യഥ ഗൗതമ മാർക്കണ്ഡേയസ്തു ദീർഘായുസ്തഥാ കാത്യായനോ ദ്വിജ. പ്രധാനപ്പെട്ട രണ്ട് ഋത്വിക്കുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതാണ് അഭിമതൗ, രാജാവിനെ, തസ്യ അഭിമതൗ, രാജാവിനെ ഏറ്റവും അഭിമതന്മാരായ, ഏറ്റവും പ്രിയപ്പെട്ടവരായ, ഏറ്റവും ബഹുമാനമുള്ളവരായിട്ട് രണ്ട് ഋത്വിക്കുകൾ. ദ്വൗ ഋത്വിജൗ ഋഷിസത്തമൗ. അവർ വെറുതെ ഋത്വിക്കുകളൊന്നല്ല, ശ്രേഷ്ഠന്മാരായിട്ടുള്ള താപസന്മാർ, ഋഷിമാരുമായിരുന്നു. അവരാരൊക്കെയാണ്? വസിഷ്ഠോ വാമദേവശ്ച. അവർ രണ്ടുപേരും, അവരുടെ പേരാണ് വസിഷ്ഠനും വാമദേവനും. നമ്മൾ വസിഷ്ഠൻ്റെ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. വാമദേവനും അവിടുത്തെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള ഋത്വിക്കായിരുന്നു. അവരെ രണ്ടുപേരെയുമായിരുന്നു ദശരഥന് ഏറ്റവും അഭിമതന്മാരായിട്ടുള്ള ഋത്വിക്കുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാർ.
ഇനി മറ്റു പുരോഹിതന്മാരുണ്ടായിരുന്നില്ലേ ചോദിച്ചാലുണ്ട്. അവർ മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്നവരായ, രാജാവിന് വേണ്ടത്ര ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നവരായിട്ടുള്ള മറ്റ് കുറച്ച് ഋഷി അല്ലെങ്കിൽ മന്ത്രി തുല്യന്മാരായിട്ടുള്ള പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. സുയജ്ഞോപ്യഥ ജാബാലി കാശ്യപോപ്യഥ ഗൗതമ. സുയജ്ഞൻ, ജാബാലി, കാശ്യപൻ, ഗൗതമൻ, മാർക്കണ്ഡേയസ്തു ദീർഘായു. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള മാർക്കണ്ഡേയൻ്റെ പേര് ഇവിടെയും കേൾക്കുന്നുണ്ട്. മഹാഭാരതം എടുത്താൽ അവിടെയും കേൾക്കും, ഭാഗവതം എടുത്താൽ അവിടെയും കേൾക്കും. അതുകൊണ്ടാണ് ദീർഘായു. എല്ലാ കാലഘട്ടങ്ങളിലും ജീവിക്കുന്ന ആളാണ്, മഹാമുനിയാണ്. അദ്ദേഹത്തിൻ്റെ പേരവിടെ പറഞ്ഞത് അതാണ്. വലിയ ഋത്വിക്കാണ്. ധാരാളം പരിചയങ്ങൾ, രാജ്യകാര്യങ്ങൾ നടത്തി ഉപദേശിച്ച് കൊടുത്തിട്ടുള്ള ധാരാളം ശീലം, നല്ലോണം പല പല രാജാക്കന്മാരുടെയും കൂടെ ഉണ്ടായിട്ടുണ്ട്. അനവധി രാജാക്കന്മാർക്ക് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഋഷീശ്വരന്മാർ, പുരോഹിതന്മാർ, ഉപദേശികളായിട്ടുള്ള ഋത്വിക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 2 പേരുടെ പേരാണ് ആദ്യം പറഞ്ഞത്, വസിഷ്ഠനും വാമദേവനും. ഇവരൊക്കെ തത്തുല്യന്മാർ തന്നെയും ആയിരുന്നു. എന്നിട്ട് 6ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ഏതൈർബ്രഹ്മർഷിഭിർനിത്യമൃത്വിജസ്തസ്യ പൗർവകാഃ വിദ്യാവിനീതാ ഹ്രീമന്ത കുശലാ നിയതേന്ദ്രിയാഃ. ഈ ബ്രഹ്മർഷികളാൽ രാജാവിന് വേണ്ടത്ര ഉപദേശങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നിരുന്നു. അതാണ് ഏതൈഹി ബ്രഹ്മർഷിഭിഹി നിത്യം. എല്ലാ ദിവസവും എന്നതുപോലെ ഓരോ കാലഘട്ടത്തിലും, ഓരോ സമയങ്ങളിലും, ഓരോ അവസ്ഥകളിലും ഈ ആദ്യം പറഞ്ഞ 2 പ്രധാനികളും അതിനുശേഷം പറഞ്ഞവരൊക്കെ രാജാവിന് വേണ്ടത്ര സഹായങ്ങളും ഉപദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ പൗർവകാഹ ഋത്വിജഃ തസ്യ പൗർവകാഹ, ആ രാജാവിന്, അതായത് ദശരഥന് മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്നവർ, അവരെയാണ് പൗർവകന്മാർ, പൂർവിക പരമ്പരയിൽപ്പെട്ടവർ, മൗലന്മാരെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഇവരുടെ, അതായത് ഓരോ രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരിക്കുന്നവർ, അവരുടെ അച്ഛന്മാരുടെ കാലത്തും അല്ലെങ്കിൽ അവരുടെ മുത്തച്ഛന്മാരുടെ കാലത്തും ഒക്കെ ഉണ്ടായിരിക്കുന്നവരെയാണ് ഈ പൗർവകന്മാർ, മൗലന്മാരെന്നൊക്കെ പറയാം. അവരെയൊക്കെ കൂടുതൽ വിശ്വസിക്കാം. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ രാജാക്കന്മാരുടെ അച്ഛന്മാർ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. അപ്പോൾ അവരുടെ മക്കളെ ഈ ഉപദേഷ്ടാക്കൾ, ഋഷിവര്യന്മാർ മക്കളെ പോലെ തന്നെയാണ് കണക്കാക്കുക. അതാണ് ഇവിടെ പറയണത്. തസ്യ പൗർവകാഹ, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നവരും അതിനു മുമ്പ് ഉണ്ടായിരുന്നവരും ഇപ്പോഴും ആ രാജ്യത്തിൽ രാജാക്കന്മാർക്ക് വേണ്ടി, രാജാവിന് വേണ്ടിയിട്ട്, ദശരഥന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ധാരാളം ഋത്വിക്കുകൾ, ബ്രാഹ്മണർ ഉണ്ടായിരുന്നു. അവരൊക്കെ വിദ്യാവിനീതാഹ, അവരെല്ലാവരും തന്നെ വിദ്യ കൊണ്ട് വിനീതരായവർ. വിദ്യ നല്ലവണ്ണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണമാണ്, വിദ്യയുള്ളവരുടെ ലക്ഷണമാണ് വിനയം. വിദ്യാ ദദാതി വിനയം എന്നാണ് പറയുക. വിദ്യ നന്നായി അഭ്യസിക്കുന്നവർക്ക് വിനയം കൊടുക്കും. വെറുതെ കാട്ടിക്കൂട്ടലാണെന്നുണ്ടെങ്കിൽ അവിടെ വിനയം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പൂർവികന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ വിദ്യ ഉള്ളത് കൊണ്ട് തന്നെ വിനീതരായിട്ടുള്ളവരും മാത്രമല്ല ഹ്രീമന്തന്മാർ, ഹ്രീ എന്ന് പറഞ്ഞാൽ നാണം, മാനം ഒക്കെ ഉള്ളവർ. നാണം, മാനം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമൂഹത്തെ ആദരിക്കുന്നവർ. സമൂഹത്തിൽ എന്തൊക്കെയാണോ നിയമങ്ങളുള്ളത് ആ നിയമങ്ങൾ പാലിച്ച് നടക്കുന്നവർ, അവരവരുടെ പേരിൽ ഒരു കളങ്കം ഉണ്ടാവരുത് എന്ന് വിചാരിക്കുന്നവർ. അതുകൊണ്ടാണ് അവരെ ഹ്രീമന്തഹ, നാണക്കേടായിട്ട് ജീവിക്കുന്നവരെ, നാണമുള്ളവരെന്നുള്ളത് അങ്ങനെയൊക്കെ പറയണതിനേക്കാളും നല്ലത് അവർ മാന്യമായിട്ട് ജീവിക്കുന്നവരാണ്. അവരുടെ പേരിൽ ഒരു കളങ്കം വരാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല കുശലാഹ നിയതേന്ദ്രിയാഹ, കുശലന്മാർ, സുഖമുള്ളവർ, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് അത്യാഗ്രഹമില്ല, ഒന്നിനോടും അമിതമായിട്ടുള്ള താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കുശലന്മാരായിരുന്നു എല്ലാവരും. മാത്രമല്ല അവർ നിയതേന്ദ്രിയന്മാരുമായിരുന്നു. ഒരു ഇന്ദ്രിയത്തിനെയും വിട്ടുകൊടുത്തിരുന്നില്ല. കാണേണ്ടതേ കാണൂ, കേൾക്കേണ്ടതേ കേൾക്കൂ, സ്പർശിക്കേണ്ടതേ സ്പർശിക്കൂ, വേണ്ടിടത്തേക്ക് നടക്കുള്ളൂ. അങ്ങനെ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ബുദ്ധിയുടെ നിയന്ത്രണത്തിലായിരുന്ന ധാരാളം ഋഷിവര്യന്മാർ, പൗർവകന്മാരായിട്ടുള്ള ഋഷിവര്യന്മാരും ദശരഥൻ്റെ സഹായത്തിന് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ വാൽമീകി മഹർഷി വർണ്ണിക്കുന്നത്. നമുക്ക് ഇന്നത്തെ 6 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്യാമാത്യാ ഗുണൈരാസന്നിക്ഷ്വാഗോസ്സു മഹാത്മന മന്ത്രജ്ഞാശ്ചേങ്കിതജ്ഞാശ്ച നിത്യം പ്രിയഹിതേ രതാഃ
അഷ്ടൗ ബഭൂവുർവീരസ്യ തസ്യാമത്യായശസ്വിന ശുചയശ്ചാനുരക്താശ്ച രാജകൃത്യേഷു നിത്യശ ധൃഷ്ടിർജയന്തോ വിജയസുരാഷ്ട്രോ രാഷ്ട്രവർദ്ധന അഗോപോ ധർമ്മപാലശ്ച സുമന്ത്രശ്ചാഷ്ടമൂർധവിത് ഋത്വിജൗ ദ്വാവഭിമതൗ തസ്യാസ്താമൃഷിസത്തമൗ വസിഷ്ഠോ വാമദേവശ്ച മന്ത്രിണശ്ച തഥാ പരേ സുയജ്ഞോപ്യഥ ജാബാലിഃ കാശ്യപോപ്യഥ ഗൗതമ മാർക്കണ്ഡേയസ്തു ദീർഘായുസ്തഥാ കാത്യായനോ ദ്വിജ ഏതൈർബ്രഹ്മർഷിഭിർനിത്യമൃത്വിജസ്തസ്യ പൗർവകാ വിദ്യാവിനീതാ ഹ്രീമന്ത കുശലാ നിയതേന്ദ്രിയാഃ. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ട് ഉപദേശത്തോടു കൂടിയിട്ട് ദശരഥൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയണത്. ഇനിയും മറ്റു കാര്യങ്ങൾ ഇവരുടെ സ്വഭാവങ്ങളെ പറ്റിയിട്ടൊക്കെ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.